Om Namo Bhagavate Vasudevaya. Shloka 7. Dīrghāyurbhava sarvajña tāpatraya vivarjitaka kathayādya mahabhaga puranam brahma sammidam. Dīrghāyurbhava. Dīrgham means വളരെ കാലം. ആയുസ് ഭവിക്കണം എന്നുണ്ടെങ്കിൽ സർവജ്ഞ എല്ലാ വിധത്തിലുള്ള താപത്രയം താപത്രയം എന്നാൽ മൂന്ന് തരത്തിലുള്ളത്, അതായത് അധ്യാത്മികം, ആദിദൈവികം, ആദിഭൗതികം. വിവർജിത അത് മനസ്സിൽ അങ്ങനെ തോന്നിക്കുന്ന ആ ഒരു ദുഃഖം. കഥ അതായത് ഭഗവാന്റെ കഥ, ആദ്യം മുതൽക്കുള്ള ആ കഥകൾ, അതായത് പുരാണങ്ങൾ. മഹാഭാഗ ആ മഹത്തായിട്ടുള്ള പുരാണ വേദതുല്യമായ ആ ഇതിഹാസങ്ങൾ ബ്രഹ്മസംഹിതം. ഭഗവാന് എത്രത്തോളം മനസ്സിലാകുന്നുവോ അത്രത്തോളം നമുക്ക് പറഞ്ഞു തരണം. അതായത് ദീർഘായുർഭവ സർവജ്ഞ താപത്രയ വിവർജിതഃ കഥയാദ്യ മഹാഭാഗ പുരാണം ബ്രഹ്മസംഹിതം. സർവജ്ഞനും മഹാഭാഗ്യവാനുമായ സൂത, അങ്ങ് അധ്യാത്മകം, ആദിദൈവികം, ആദിഭൗതികം എന്നീ താപത്രയം തീണ്ടാത്തവനും ദീർഘായുസ്സുമായിരിക്കട്ടെ. അങ്ങ് ഇന്ന് ഞങ്ങളോട് വേദതുല്യമായ പുരാണകഥ പറഞ്ഞു തരണം. ദീർഘായുർഭവ സർവജ്ഞ താപത്രയ വിവർജിതഃ കഥയാദ്യ മഹാഭാഗ പുരാണം ബ്രഹ്മസംഹിതം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.